നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ നാട്ടുകാരനെന്നാ പറഞ്ഞു. അപ്പൊ ഈ പറയുന്നില്ല തൊഴിലാളി വർഗത്തിന്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നേതാക്കള് CPM-ലുണ്ട്. ഇതുപോലൊരു ഇതേപോലൊരു നേതാവിനെ നാളിതുവരെ കണ്ടിട്ടില്ല. അതിലെന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രി എന്ന് പറയാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് മിസ്റ്റർ പിണറായി വിജയൻ. ഐ ഹേറ്റ് യു. ശരിക്കും ഒരു പരാജയമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ പരാജയമാണെന്ന് പറയേണ്ടി വരും. പറയുമ്പോൾ നമുക്ക് വേദനയുണ്ട്. ആശാവർക്കന്മാർ അധ്വാനിക്കുന്നത് ജനങ്ങൾ വരെ കാണുന്നില്ല, അവർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. സാധാരണക്കാരുടെ പേരും പറഞ്ഞാണല്ലോ ഈ മുഖ്യമന്ത്രി കസേര 10 വർഷമായിട്ട് 8 വർഷമായിട്ട് ഭരിക്കുന്നത്. അതെ, ഈ സാധാരണക്കാരെ എന്ത് നന്നാക്കുന്ന പറയുന്നത് ഈ സർക്കാർ. ഇത്രയും നാളെ അവരുടെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു അവരെ അപമാനിച്ചത്. സ്വന്തം ഓഫീസിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞ കേട്ട പട്ടികളെ വേണമെങ്കിൽ പൊക്കടാന്ന് പറഞ്ഞ് ഇത് ഞാൻ പറയാം. CPIക്ക് നാണമുണ്ടെങ്കിൽ ഞാൻ പണ്ട് അച്യുതമേനൻ ഇരുന്ന് പോലെ 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതമേനൻ്റെ പോലെ കോൺഗ്രസുമായി സഖ്യം ചേർന്നും കൊണ്ട് CPI നിന്നാൽ CPIക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റും. സാധാരണക്കാരന്റെ സർക്കാർ എന്ന പേര്, തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാർ എന്ന പേര്. ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനിടയിൽ സമരം കിടക്കാൻ തുടങ്ങിയിട്ട് 13 ദിവസം. മുഖ്യമന്ത്രിയുടെ കണ്ണിൽ അവരുടെ ആവശ്യം കണ്ണിൽപ്പെട്ടിട്ടില്ല. PSC അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് തുക പിന്നീടും അനുവദിക്കുന്നു. KV തോമസിന് യാത്രാബത്ത ഇനിയും അതിൽ 5 ലക്ഷം എന്നത് 11 ലക്ഷമാകുന്നു. ഉള്ളവന് വാരിക്കോരി, ഇല്ലാത്തവനൊന്നുമില്ല. ആശാവർക്കറെ അറിയാത്ത മുഖ്യമന്ത്രി, അവർക്ക് വേണ്ട വേതനം കൊടുക്കാത്ത മുഖ്യമന്ത്രി, നിങ്ങൾ എന്തേ കണ്ണു തുറക്കാത്തത് എന്ന് സാധാരണക്കാർ ചോദിക്കുന്നു. എന്താണ് സാധാരണക്കാരുടെ അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കാം. 13 ദിവസമായിട്ട് സമരം കിടക്കുകയാണ്. ഈ സർക്കാർ അത് കണ്ടതായിട്ട് നടിക്കുന്നത് പോലുമില്ല. എന്താ മാഡത്തിന് ആശാവർക്കർമാർ ഈ ആവശ്യമല്ലേ? സർക്കാർ ആവശ്യമാണ്. സർക്കാർ ഇത് കാണേണ്ടതാണ്. എന്താ ഒന്ന് പറയൂ മാഡം, എന്താ അതിനെക്കുറിച്ച് പറയാം? കാണേണ്ട, ആശാവർക്കന്മാർ അധ്വാനിക്കുന്നത് ജനങ്ങൾ വരെ കാണുന്നില്ല, അവർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ആശാവർക്കന്മാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വയനാട്ടിലാണ്. അപ്പോൾ വയനാട്ടിലുള്ള ആശാവർക്കന്മാർ ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അതൊരു പ്രതിഫലവും കിട്ടാതെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും നല്ല സാലറിയാണ് കൊടുക്കേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സർക്കാർ കാണിക്കുന്ന ഈ മുട്ടാപ്പോക്ക് നയം ശരിയല്ല, തികച്ചും ക്രൂരമാണ്. എന്ന് വെച്ചാൽ PSC അംഗങ്ങൾക്കെല്ലാം ശമ്പളം വർദ്ധിപ്പിക്കുന്നു, അല്ലാത്തുള്ളവർക്കൊക്കെ എല്ലാം ചെയ്യുന്നു. ഇവരെ കണ്ടതായി നടിക്കുന്നില്ല. കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് അറിയുന്നില്ലല്ലോ. തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്ന് പറയുന്നു അല്ലേ? അല്ല, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അവര്. ഏതായാലും മാഡത്തിന് ഇതിൽ കടുത്ത എതിർപ്പുണ്ട്. വയനാട്. പേരെന്തായിരുന്നു? താങ്ക് യു മാഡം. തീർച്ചയായിട്ടും. കാരണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. പിന്നെ അതുമാത്രമല്ല, അവർ PSCയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കയറ്റി കൊടുക്കുന്നു, മറ്റേ KV തോമസിൻ്റെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്നത്. കാരണം ഈ അവർ അത്രയും ബുദ്ധിമുട്ടുണ്ട് സഹിച്ചവൻ്റെ ആൾക്കാർ. അവർക്ക് തീർച്ചയായിട്ടും ഒരു 500 ഒരുപാട് ഏറ്റവും കൂടുതൽ സഹായിച്ച അവരാണ്. മറ്റുള്ളവരൊന്നും പുറത്തിറങ്ങിയില്ലല്ലോ. ഇവരാണ് വീടാന്തരം കയറി ഇറങ്ങി ഒരുപാട് ഇതിലൊക്കെ അവർ പങ്കെടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. സർക്കാരിന്റെ ഈ നിലപാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയൊക്കെ എല്ലാവരും ചേർന്ന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ കാണുന്നില്ലല്ലോ. സർക്കാർ ഇപ്പോൾ ഒരുപാട് തിരക്കായതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നാണ് പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ. ഈ മുഖ്യമന്ത്രി തൊഴിലാളി വർഗത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ആയിരുന്നു, ഇപ്പോഴും അതിനാണ് തോന്നുന്നത്. പക്ഷേ പരിഗണിക്കും, കാര്യങ്ങൾ പരിഗണിച്ചു കൊടുക്കുന്നത്. എൻ്റെ സെക്രട്ടറി നാട്, എൻ്റെ സ്വദേശം പാലക്കാടാണ്. നല്ല വർക്കറാണ് ആശാ വർക്കർമാരെന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലും വരുന്നുണ്ട്. ഏത് പച്ചപ്പാരാക്ക് വിളിച്ചാലും അവർ വന്നിട്ട്, കിടപ്പ് രോഗിയാണെങ്കിലും ശരി, സുഖമില്ലാത്തവരാണെങ്കിലും ശരി, പെട്ടെന്ന് വന്ന് ഓടി അവരെ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്തു അവരെഴുതി വെള്ള പേപ്പറിൽ എഴുതിയാണ് കൊണ്ടുപോകുന്നത്. വലിയ സഹായമുണ്ട്, സഹായം വരെ ചെയ്യുന്നവർ ആശാ വർക്കർമാരെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവർ അറിയിക്കുന്നുണ്ട്. സർക്കാർ യാതൊരു വിധമായിട്ട് ഇവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പൈസ പോലും അവർക്ക് അപൂർവമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ഈ വലിയ ഉദ്യോഗസ്ഥർക്ക്, PSC മെമ്പർമാർക്കൊക്കെ ശമ്പള വർധനവ് 1 ലക്ഷം രൂപ അവർക്കുണ്ടായിരുന്ന ശമ്പളം ഇപ്പോൾ 1,30,000 രൂപ ആയിരിക്കും. ആ പൈസ ഈ 30,000 രൂപ അവർക്ക് കൊടുക്കാൻ പാടില്ല. എടുത്ത് എന്തോരം ഉദ്യോഗസ്ഥർക്കാണ് കൊടുക്കുന്നത്. അതെ, ആ കുടിശ്ശിക അവർ തീർച്ചയായിട്ടും കൊടുത്ത് തീർക്കണത്. സർക്കാരിന്റെ ഈ നടപടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? തെറ്റാണ്, സർക്കാർ കാണിക്കുന്ന തെറ്റ് തന്നെ. മുഖ്യമന്ത്രി ഇത്രയും ക്രൂരനാവേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സാധാരണക്കാരുടെ പേരും പറഞ്ഞാണല്ലോ ഈ മുഖ്യമന്ത്രി കസേര 10 വർഷമായിട്ട് 8 വർഷമായിട്ട് ഭരിക്കുന്നത്. 8 വർഷം കഴിഞ്ഞു. അതെ, ഈ സാധാരണക്കാരെ എന്ത് നന്നാക്കുന്ന പറയുന്നത് ഈ സർക്കാർ അല്ലേ?
കറക്റ്റായിട്ടും അവരൊന്നും ചെയ്യുന്നില്ല. ഉള്ള തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്ന് പറയുന്നത്. കള്ളപ്പണക്കാർക്ക് വേണ്ടി കൂട്ടുവയ്ക്കാൻ ഈ സർക്കാർ. അപ്പോൾ സാധാരണ ജനത്തിന് ഇതിൽ കടുത്ത അമർഷമുണ്ട്. അമർഷമുണ്ട്. ഞാൻ അന്നന്ന് ഫുട്പാത്ത് ജീവിതമുണ്ട്. 42 കൊല്ലമായിട്ട് ഇവിടെ നിന്ന് ജീവിച്ചു പോകുന്നത്. കിട്ടിയാൽ കിട്ടിയില്ലേ ഇല്ല. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ക്രൂരപീഡനം വരെ ഞാൻ ഇവിടെ അനുഭവിച്ചിട്ടുള്ളത്. സഖിയില്ലാതെ ഇത് വന്നത്. അത് ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഇവിടം വരെ വന്ന് ഡെയിലി വന്ന് ജോലി ചെയ്തെന്ന് പോകും. ആലപ്പുഴയാണ് വീട്. ആലപ്പുഴ വീട്. പേരെന്താ ചേട്ടൻ്റെ? ഷാഹുൽ ഹമീദ്. അപ്പോൾ ചേട്ടനെ പോലെ നമ്മുടെ ഈ പറയുന്ന സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് തീർത്തും തീർച്ചയായിട്ടും തെറ്റാ മുഖ്യമന്ത്രി കാണിക്കുന്നത്. ആണാണ്. ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്, ധനകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതൊക്കെ പറഞ്ഞാൽ എൻ്റെ ചേട്ടാ നമുക്ക് തന്നെ സങ്കടം വന്നു പോകും. അതേമാതിരിയുള്ളതാണ്. ഒരു കാര്യവും അറിയാത്തതുപോലെയൊക്കെയാണ്. അതെ തീർച്ചയായിട്ടും. ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടത് കാര്യമല്ലെന്നും PSC ഇരിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് ഒരു കാര്യമില്ല. PSC ഇരിക്കുന്നവർക്ക് യാതൊരു ഒരു കാര്യമില്ല. അവർക്കൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അമർഷമുണ്ട്. ഉണ്ട്. എനിക്കുണ്ട്. തീർച്ചയായിട്ടും അമർഷമുണ്ട്. ഞാൻ കാണുന്ന കേട്ടോ ഈ ആശാ വർക്കർമാരെയൊക്കെ ഒരേ പരിപാടി ഞാൻ കാണുന്നതാണ്. ഇതേമാതിരി ഡോക്ടർമാരെക്കാട്ടി നല്ല ഡീസൻറ്റ് മെമ്പർമാർ ആശാ വർക്കർമാർ. ഏതായാലും സാധാരണക്കാരുടെ പൾസ് അറിയേണ്ടതാണ്. അതെ തീർച്ചയായിട്ടും. ഷാഹുൽ ഹമീദ്. വളരെ വളരെ വേദന തോന്നുന്നു. കാരണം ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ PSC മെമ്പർമാർക്ക് 20 പേർക്ക് 3,50,000 രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ KV തോമസിന് 11 ലക്ഷം രൂപ. ഈ വെറും 250 രൂപയ്ക്കാണ് അവർ വർക്ക് ചെയ്യുന്നത്. വെറും 230 രൂപ ദിവസക്കൂലിക്ക്. അവർ ഇത്രയധികം വർക്ക് ചെയ്യുന്ന വ്യക്തികളെ, അതും എല്ലാവരും കുടുംബിനികൾ, സ്ത്രീകൾ, വളരെ വേദന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുക അവരുടെ സേഫ്റ്റിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യുന്നു വളരെ ശരിക്കും ഒരു പരാജയമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ പരാജയമാണെന്ന് പറയേണ്ടി വരും. പറയുമ്പോൾ നമുക്ക് ഇത് വേദനയുണ്ട്. എന്നിരുന്നാലും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ അവർ എത്ര ആളുണ്ട്. ഇപ്പോൾ 5000 പേരാണ് അവരുള്ളത്. അവർക്കുള്ള ആ ശമ്പളം ഒരു 100 രൂപയെങ്കിലും കൂട്ടിയുള്ള ഒരു മനസ്സ്, ആ മനസ്സില്ലാത്ത ഒരു നശിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റായി മാറിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്ന ആളുകളാണ്. നമുക്കതാണ് വേദന. നമുക്ക് ഈ പാർട്ടീന് കുറ്റം പറയാൻ കുറച്ച് വേദനയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന സാഹചര്യം, ഇത് എങ്ങനെയൊക്കെ 1920 ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ ഇത് ഇത്രയൊക്കെ നേടുന്ന അനേകമുള്ള ജീവത്യാഗങ്ങളും ഇതുകൊണ്ട് ഇന്ന് അവരെവിടെ എന്നെത്തി വെറും ഒരു ബൂർഷ പാർട്ടിയായിട്ടും ബൂർഷകൾ എല്ലാം ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും എടുത്തു നോക്കി. ആരാണ് കോടീശ്വരന്മാരല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ? ജില്ലാ നേതാക്കന്മാർ, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് അവിടെ നിന്ന് എടുത്തു നോക്കി. ഇവരെല്ലാം കോടീശ്വരന്മാരായി കഴിഞ്ഞു. പാർട്ടി അണികൾ പോലും മധ്യവർഗം 3,38,500 ബ്രാഞ്ച് ഉണ്ട് കേരളത്തിൽ. ഏത് പാർട്ടിക്ക് 5,50,000 പാർട്ടി മെമ്പർമാരുണ്ട്. ഇത്രയും ശക്തമായ ഒരു പാർട്ടി ലോകത്തിലില്ല. ഒരു സ്വിച്ച് ഇട്ടാൽ അനങ്ങാവുന്ന ഒരു സ്വിച്ച് ഇട്ട് 1 മിനിറ്റ് കൊണ്ട് കേരളം മുഴുവൻ ചലിപ്പിക്കാവുന്ന ഒരു പാർട്ടി RSS കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുള്ളത്. ആ പ്രസ്ഥാനമാണ് ഇന്ന് വെറും ബൂർഷാസികളെ പ്രസ്ഥാനമായി മുതലാളിമാർക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമായി മാറുന്നു. കാരണം ഇതിൻ്റെ നമ്മൾ ഓരോ ത്യാഗങ്ങൾ നമ്മളായത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയാലും ഇതിനൊക്കെ ത്യാഗം ചെയ്ത ആളുകൾ ഒത്തിരി ഉണ്ട്. ഇനി അതിൽ കുറച്ച് നേതാക്കന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പാലോളി മൂട്ടി, PK ഗുരുദാസ്, ഇപ്പോൾ ലോറൻസ് ഏട്ടൻ മരിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അങ്ങനെയുള്ള ആളുകൾ ഇന്നുണ്ട് പ്രസ്ഥാനത്തിൽ. നമുക്ക് എടുത്തു പറയാവുന്ന ആളുകളാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് പാർട്ടിയിലൊപ്പം നിൽക്കുകയാണെങ്കിൽ തോമസ് ഇവരുടെ 10 പൈസ അയാൾ എടുത്തിട്ടില്ല. അയാൾക്ക് വേണ്ട. കാരണം അയാളൊക്കെ അന്ന് പണ്ടേ മുതൽ ഈ കൊടുങ്ങല്ലൂർ ആ ഭാഗത്ത് പോയാൽ കോടീശ്വരന്മാരവരൊക്കെ അവർക്കൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം നേരം. പക്ഷേ ചില നേരത്തെ അവർക്ക് പ്രസ്ഥാനത്തിന് ന്യായീകരിക്കേണ്ടി വരും. അത് ശരിയാണ്. പക്ഷേ ഈ ആശാവർക്കന്മാരുടെ കാര്യം നമ്മൾ ഇതുപോലെ സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് എന്താ പറയുക? സർക്കാർ ഇപ്പോൾ ഇതുവരെ എടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ്, ആരോഗ്യമന്ത്രി, ധനകാര്യമന്ത്രിയൊക്കെ അവരെ കളിയാക്കി. അവനെ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയും അവരെ കളിയാക്കി. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ക്രൂരനാണ് മുഖ്യമന്ത്രി എന്നൊക്കെയാണ് പാവങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല. ഇതിലെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂരതയുടെ കാര്യം മാത്രമല്ല ഇതിൽ ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ള ഇപ്പോൾ BJP പോലെ കോൺഗ്രസിൻ്റെ പോലെ അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിനേലും മൂല്യച്യുതികൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും വളരെ ആളുകൾ ഇതിനു വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ അത് നേരിയാവുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്.
ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ എന്നും നമുക്ക് തൊഴിലാളികൾക്ക് അനുകൂലമായി ഇരുന്നാൽ മാത്രമാണ് തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ അല്ലല്ലോ. അല്ല, തൊഴിലാളി വർഗത്തിന്റെ സർക്കാരല്ല. പക്ഷെ എന്നിരുന്നാലും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാർക്സിസം ലെനിനിസം ഒന്നുമില്ല. CPIM എന്ന് പറയുന്ന മാർക്സിസം ഒന്നുമല്ല. അല്ല, പക്ഷെ ഞങ്ങളൊക്കെ വിശ്വസിച്ച ഒരു പ്രത്യേക. എന്റെ പേര് ജോസ്. നമ്മൾ 1987 പുസ്തകങ്ങൾ നമ്മള് നല്ല DC മാതൃഭൂമിയിലൊക്കെ വിറ്റിരുന്നതാണ്. ഇപ്പൊ അതൊക്കെ കുറച്ചു. ദേശാഭിമാനിയിലൊക്കെ വിറ്റിരുന്നു. ഇപ്പൊ ആളുകൾ മേടിക്കാത്ത ആയതുകൊണ്ട് നമ്മളതൊക്കെ നിർത്തി. ചില്ലറ പുസ്തകങ്ങൾ. നാട് തൃശ്ശൂര്. ഏതായാലും പൊതുജനത്തിന്റെ അഭിപ്രായം നമ്മൾ തേടുകയാണ്. തേടുന്ന കൂട്ടത്തിൽ നമ്മൾ എല്ലാവരുടെയും ഈ ഒരു വിഷയം അല്ല, പൊതുജനം ഏറ്റെടുക്കേണ്ട വിഷയമായതുകൊണ്ട് 100%. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും. കോൺഗ്രസ് ഇപ്പൊ കേസിൽ ഇടപെട്ടില്ല. അല്ല, കോൺഗ്രസ് ഇടപെട്ടു എന്നുള്ളത് ശരി. നമ്മൾ കോൺഗ്രസ് ഇടപെട്ടു, BJP ബന്ധപ്പെട്ടു, CPI ബന്ധപ്പെട്ടു. CPI ഇത് തിരിച്ചു പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേദന ജനകരമായ ഒരു കാര്യം പറഞ്ഞുതരാം. മിനിഞ്ഞാന്ന് MN സ്മാരകത്തിൽ നടന്നു. എന്തുണ്ടായത്? ഇത്രയും നാളെ അവരുടെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു അവരെ അപമാനിച്ചിരുന്നത്. സ്വന്തം ഓഫീസിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞ കേട്ട പട്ടികളെ വേണമെങ്കിൽ പൊക്കട എന്ന് പറഞ്ഞ് ഇത് ഞാൻ പറയാം. CPIക്ക് നാണമുണ്ടെങ്കിൽ ഞാൻ പണ്ട് അച്യുതമേനോൻ വരുന്ന പോലെ 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതമേനോൻ്റെ പോലെ കോൺഗ്രസുമായി സഖ്യം ചേർന്നും കൊണ്ട് CPI നിന്നാൽ CPIക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സംഘടന CPI എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായ ആ സംഘടന ഇല്ലാതാവും 100% ഉറപ്പ്. ഇല്ലെങ്കിൽ അവർ കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടി അവർ പോരാടുന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്നൊക്കെ എൻ്റെ അഭിപ്രായം. നമ്മൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല, നമ്മൾ ഇത്തരം ആശയങ്ങളോട് അല്ല. സെക്രട്ടേറിയറ്റിൽ അവരുടെ ഒരു ദിവസവേതന ഒന്ന് കൂട്ടിത്തരണം, അവരുടെ കുടിശ്ശിക തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം കിടക്കുക. നമ്മുടെ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ ഇതൊന്നും കണ്ടതായി പോലും കാണിക്കുന്നില്ല. എന്താണ് ഈ ആശാവർക്കർമാരെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുജന വിലയിരുത്തൽ എന്ന് പറഞ്ഞ ചേട്ടൻ എന്താ പറയാ? അവരെ പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായും പരിഗണിക്കണം. നമ്മളെ ഗവൺമെന്റ് തന്നെ അതെല്ലാം പരിഗണിക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അതെ. അന്നേരം നമ്മളെ ഈ കുറച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയെന്ന് ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ ഗവൺമെന്റ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുറെ ഭാഗങ്ങൾ അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ എല്ലാം വന്നിട്ട് നമ്മളെല്ലാം എന്തെല്ലോ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. കണ്ണൂര്. നിങ്ങളുടെ സ്വന്തം നാട്ടില് നിങ്ങളുടെ ചേട്ടാ എവിടെ? കണ്ണൂർ എവിടെയാ? കണ്ണൂര് പിണറായി ആ സൈഡിൽ തന്നെ മമ്പറം. അപ്പൊ നിങ്ങളുടെ നാട്ടില് ഇതാ ഒരു കോഴിക്കോടുകാരൻ ചേട്ടനോട് ഞാനിപ്പോ സംസാരിച്ചു. നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ നാട്ടുകാരനെന്നാ പറഞ്ഞു. അപ്പൊ ഈ പറയുന്നില്ല തൊഴിലാളി വർഗത്തിന്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നേതാക്കള് CPM-ലുണ്ട്. ഇതുപോലൊരു മുഖ്യനെ ഇതേപോലൊരു നേതാവിനെ നാളിതുവരെ കണ്ടിട്ടില്ല. അതിലെന്താ പറയാനുള്ളത്? അങ്ങനെ ജനങ്ങളെ അഭിപ്രായം പോലെയല്ലേ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും ജനത്തിന്റെ അഭിപ്രായം ഇതുപോലൊരു മുഖ്യനെ കണ്ടിട്ടില്ലെന്നാ പറയാം. നമ്മള് കോൺഗ്രസ്സുകാരെ നിരന്തരം വിമർശിച്ചിട്ടുണ്ട്, ആർഭാട ജീവിതം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ മുഖ്യന്റെ ജീവിതം എന്ത് ജീവിതം? ആർഭാടത്തിന്റെ അപ്പുറമല്ലേ? ആർഭാടൊന്നുമില്ല. ജനങ്ങൾ കുറെ സാമ്പത്തികമായിട്ടും തളർന്നിട്ട് തന്നെ ഉള്ളത്. വളരെയും സാമ്പത്തികമായിട്ട് മുഖ്യന്റെ ഈ കാണിക്കുന്നതൊക്കെ എത്രത്തോളം ശരിയാണ്? ജനങ്ങള് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ജനങ്ങളെ സഹകരണം എന്താന്ന് നമുക്ക് കണ്ടറിയാം. അത്രേ ഉള്ളൂ. സഹകരണം ഇനിയിപ്പോ വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും വരും കാലത്ത്. എന്തായിരുന്നു ചേട്ടന്റെ പേര്? എന്റെ പേര് നാസിർ. കണ്ണൂർ സ്ഥലം. ഏതായാലും ഒരു കണ്ണൂരിലത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ കിട്ടി. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കേടിയത് വളരെ സന്തോഷം. താങ്ക് യു. 3 ദിവസമായി സമരം കിടക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇത് കണ്ടതായി പോലും നടിക്കുന്നില്ല. എന്താ പറയുള്ളത്? ഒരു ചെറിയൊരു വിശദീകരണം തന്നാൽ മതി. മുഖ്യമന്ത്രി എന്താ നോക്കി കാണുന്നു? അല്ല, 13 ദിവസമായി ആശാവർക്കർമാര് ഡോക്ടർമാരെക്കാളും മാന്യമായിട്ട് പെരുമാറുന്നവരാ. പുള്ളി നോക്കുന്ന അതൊന്നുമല്ല. പുള്ളിയുടെ മൂക്കിന് താഴെ കിടന്ന് ആര് സമരം ചെയ്താലും പുള്ളി കെയർ. അല്ല, തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്നാ പറയുന്നത്. ഒരു മുഖ്യമന്ത്രി എന്ന് പറയാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് മിസ്റ്റർ പിണറായി വിജയൻ. I hate you. That's it. That's why I want to say that. About this case? Yeah. Okay. ചേട്ടന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ആന്റണി. എവിടെ സ്ഥലം? കൊച്ചി. Okay, thank you very much.